നമസ്കാരം. മലയാള സാഹിത്യത്തിലെ ഒരു ക്ലാസിക്കായ മലയാളത്തൂർ രാമകൃഷ്ണന്റെ യക്ഷിയും ഞാനും, ആ നോവലിനെക്കുറിച്ചുള്ള ഒരു നിരൂപണമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇതൊരു സാധാരണ പ്രേതകഥയല്ല, അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യ മനസ്സിന്റെ ഉള്ളറകളിലേക്കും പിന്നെ ഏകാന്തതയിലേക്കുമൊക്കെ ഒരു യാത്രയാണെന്നാണ് നിരൂപണം പറയുന്നത്. നമുക്ക് ആ നിരൂപണത്തിലെ പ്രധാന കാര്യങ്ങളിലേക്ക് കടന്നാലോ? തീർച്ചയായും. കേരളീയ നാടോടി കഥകളിലെ യക്ഷി ആ ഒരു ശക്തമായ ബിംബത്തെ ഉപയോഗിച്ചുകൊണ്ട് മലയാളത്തൂർ എങ്ങനെയാണ് കൂടുതൽ സൈക്കോളജിക്കലായ തലങ്ങളിലേക്ക് പോകുന്നത്, അതാണ് ഈ നോവലിന്റെ ഒരു പ്രത്യേകതയായിട്ട് നിരൂപകൻ എടുത്തു പറയുന്നത്. വെറുമൊരു ഒരു ഹൊറർ കഥ എന്നതിനേക്കാൾ എന്തുകൊണ്ടാണ് ഇതൊരു ക്ലാസിക് ആകുന്നത് നമുക്ക് നോക്കാം. ശരി. നിരൂപണം നമ്മളെ ആദ്യം കൊണ്ടുപോകുന്നത് കഥ നടക്കുന്ന കാലത്തേക്കാണ്. 1960കൾ. ഒന്നാം പുരുഷനിലാണ് കഥ പറയുന്നത്. അപ്പോ കഥാനായകൻ നല്ല വിദ്യാസമ്പന്നനാണ്, യുക്തിവാദിയാണ്. ഈ പ്രേതം, അന്ധവിശ്വാസം ഇതിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാള്. ഇങ്ങനത്തെ ഒരാളാണ് യക്ഷിയുണ്ടെന്ന ആളുകൾ പറയുന്ന ഒരു പഴയ വീട്ടിൽ താമസിക്കാൻ വരുന്നത്. അപ്പോ ഈ ഒരു തുടക്കം, അയാളുടെ ആ ഒരു മനോഭാവം, അതിന് നിരൂപണം എങ്ങനെയാ കാണുന്നത്? നിരൂപണം പറയുന്നത് തുടക്കത്തിൽ അയാൾക്ക് ഭയങ്കര പുച്ഛമാണ് ഈ വിശ്വാസങ്ങളോടൊക്കെ. അതീന്ദ്രിയ ശക്തികൾ അതൊക്കെ വെറുതെയാണെന്നാണ് അയാളുടെ ഒരു ലൈൻ. പക്ഷേ ആ വീട്ടിലെ ആ ഒരു ഒറ്റപ്പെടൽ, പിന്നെ അവിടെ നടക്കുന്ന ചില സംഭവങ്ങൾ, അതൊന്നും അയാൾക്ക് അങ്ങോട്ട് വിശദീകരിക്കാൻ പറ്റുന്നില്ല. അത് അയാളുടെ ആ ഉറച്ച യുക്തിബോധമില്ലേ, അതിനെ പതുക്കെ പതുക്കെ ഉലയ്ക്കാൻ തുടങ്ങും. അവിടെയാണ് ശരിക്കുള്ളൊരു കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നത്. യുക്തിയും പിന്നെ ഉള്ളിലെ ഭയവും തമ്മിലുള്ള ഒരു പോരാട്ടം. ആ പോരാട്ടത്തിന്റെ ഇടയിലേക്കാണ് മറ്റേ ആ ഒരു നിഗൂഢയായ സ്ത്രീ വരുന്നത്, അല്ലേ? അതെ. കുറിച്ച് എന്താ പറയുന്നത്? അവളുടെ വരവ് ശരിക്കും കഥയുടെ ഒരു ഗതി മാറ്റുന്നുണ്ട്. അവള് ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. അവൾക്കൊരു ഭൂതകാലമില്ല, വർത്തമാനം മാത്രമേ ഉള്ളൂ. ആ വീട്ടിൽ അവൾ എങ്ങനെ വന്നു, എന്താ അവളുടെ ഉദ്ദേശം, ഒന്നും ക്ലിയറല്ല. നിരൂപകൻ പറയുന്നതെന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീ ഒരേ സമയം അയാളുടെ ഏകാന്തതയ്ക്കൊരു ആശ്വാസമാണ്, അതേസമയം തന്നെ അയാളുടെ ആ റിയാലിറ്റി ബോധമില്ലേ, അതിനെ തകർക്കുന്ന ഒരു അപകടം കൂടിയാണ്. അവളുടെ ആ ഒരു സാന്നിധ്യം അയാളുടെ യുക്തിയെ പിന്നെയും പിന്നെയും പരീക്ഷിക്കുകയാണ്. അതെ, അവിടെയാണ് ഈ പ്രധാന ചോദ്യം വരുന്നത്. നിരൂപണം അതെടുത്തു പറയുന്നുണ്ട്. അവൾ ശരിക്കും ഒരു യക്ഷിയാണോ, അതോ അയാളുടെ ആ ഏകാന്തത, അയാളുടെ ആഗ്രഹങ്ങൾ, അതൊക്കെ ഉണ്ടാക്കിയെടുത്ത വെറും ഒരു തോന്നലാണോ? ഒരു മാനസിക വിഭ്രാന്തി, അല്ലെങ്കിൽ ഒരു പക്ഷേ അയാളുടെ ഉള്ളിൽ അടക്കി വെച്ച ചില വികാരങ്ങൾ, അതിന്റെ ഒരു പ്രതീകം? മലയാളത്തൂർ ഇതിനൊരു ഉത്തരം തരുന്നില്ല. ആ ഒരു അവ്യക്തത, അതാണ് കഥയുടെ കാതല്, അല്ലേ? തീർച്ചയായും. ആ അവ്യക്തതയാണ് നിരൂപകൻ പറയുന്നത് ഈ കഥയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന്. അതെ. പക്ഷേ ഇതിനേക്കാളും ആഴത്തിലുള്ളൊരു കാര്യം നിരൂപണം പറയുന്നുണ്ട്. അതായത് ഈ കഥയിലെ യഥാർത്ഥ പ്രേതം അത് ആ യക്ഷിയല്ല, പിന്നെയോ മറിച്ച് കഥാനായകന്റെ ഉള്ളിലെ ആ കഠിനമായ ഏകാന്തതയാണ്. ആ ഏകാന്തതയാണ് അവനെ ഈ ഭയത്തിലേക്കും ഒരുതരം വിഭ്രാന്തിയിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. 60കളിൽ എഴുതിയൊരു കഥയില് ഏകാന്തതയെക്കുറിച്ച് ഇത്രയും ശക്തമായൊരു സൈക്കോളജിക്കൽ ചിത്രം, അത് അന്നത്തെ കാലത്ത് ശരിക്കും ഒരു അസാധാരണമായ കാര്യമാണെന്ന് നിരൂപകൻ പറയുന്നുണ്ടല്ലേ? അത് ഇന്നും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ശരിയാണ്. ഈ ഒരു മനഃശാസ്ത്രപരമായ ആഴം കൊടുക്കുന്നതില് മലയാളത്തൂരിന്റെ ആ എഴുത്തിന്റെ സ്റ്റൈലിനും നല്ല പങ്കുണ്ടല്ലേ? നിരൂപണം അതും പറയുന്നുണ്ടല്ലോ, പേടിപ്പിക്കാൻ ഈ ചോരയോ അല്ലെങ്കിൽ ഭീകര രൂപങ്ങളോ ഒന്നുമല്ല ഉപയോഗിക്കുന്നത്. കറക്റ്റ്. ഭയത്തിന്റെ ഒരു അടക്കം പറച്ചിൽ, അതാണ് മലയാളത്തൂരിന്റെ രീതി. സസ്പെൻസും കഥാപാത്രത്തിന്റെ ആ ഒരു മാനസികാവസ്ഥയും അത് പതുക്കെ പതുക്കെ നമ്മളെയും വരിഞ്ഞു മുറുക്കുന്നൊരു സ്റ്റൈലാണ്. ഒന്നാം പുരുഷനിലാണ് പറയുന്നത് എന്നതുകൊണ്ട് നമ്മളും ആ കഥാപാത്രത്തിന്റെ ചിന്തകളിലും ഭയത്തിലുമൊക്കെ കൂടെ സഞ്ചരിക്കും. അയാളുടെ ആ ഒരു മാനസിക പതനം അത് നമ്മുടേത് കൂടിയായിട്ട് ഫീൽ ചെയ്യും. നിരൂപകൻ പറയുന്നത് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഈ പറയുന്നയാൾ ആഖ്യാതാവ്, അയാളുടെ മാനസിക നില ശരിയാണോ, അയാൾ പറയുന്നതൊക്കെ സത്യമാണോ എന്നൊക്കെ നമുക്ക് തന്നെ സംശയം തോന്നി തുടങ്ങുമെന്നാണ്. അപ്പോ ഈ കഥയെ എങ്ങനെ വായിക്കണം എന്നതിനെപ്പറ്റി നിരൂപണം എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നിൽ കൂടുതൽ വഴികളുണ്ട് എന്ന് സൂചിപ്പിച്ചല്ലോ. അതെ, നിരൂപണം പ്രധാനമായിട്ടും 3 തരത്തിലുള്ള വായനാ സാധ്യതകളാണ് പറയുന്നത്. ഒന്ന്, ഇതൊരു സ്ട്രെയിറ്റ് യക്ഷിക്കഥയായിട്ട് വായിക്കാം, ഒരു സൂപ്പർ നാച്ചുറൽ സംഭവം. 2, ഇത് മുഴുവനായും ഒരു സൈക്കോളജിക്കൽ കഥയായിട്ട് കാണാം, ഒരാളുടെ ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ, ഒരു ഡെലൂഷൻ, അതിൻ്റെ ഒരു വിവരണം. പിന്നെ മൂന്നാമതൊരു സാധ്യത, ഇതൊരു സ്പിരിച്വൽ മെറ്റഫർ, ഒരു ആത്മീയ രൂപകം ആയിട്ട് വായിക്കാമെന്നുള്ളതാണ്.
ആത്മീയ രൂപകം അതെന്താണ്? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ യക്ഷി എന്നത് പുറത്തുള്ളൊരു ശക്തി എന്നതിനേക്കാൾ ഒരുപക്ഷെ മനുഷ്യന്റെ ഉള്ളിലെ ഒരു അഹങ്കാരം അല്ലെങ്കിൽ അടങ്ങാത്ത ആഗ്രഹങ്ങൾ, ചിലപ്പോ സ്വയം നശിപ്പിക്കാനുള്ളൊരു വാസന, അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു സിമ്പലായിരിക്കാം. മിഥ്യാബോധം, അത് നമ്മളെ എങ്ങനെ ആകർഷിക്കും, അവസാനം എങ്ങനെ ഒരു നാശത്തിലേക്ക് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ചുള്ളൊരു ചിന്ത. പുറത്തുള്ള പ്രേതത്തെക്കാളും ഭീകരമായത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ കൺട്രോളില്ലാത്ത ചിന്തകളും ആഗ്രഹങ്ങളുമൊക്കെ ആവാം എന്നൊരു സൂചന നിരൂപകൻ തരുന്നുണ്ട്. ഈ 3 തലങ്ങളും പോസിബിളാണ്. അതാണ് ഈ നോവലിന്റെ ഒരു കോംപ്ലക്സിറ്റി. അതുകൊണ്ട് തന്നെ ആവണം നിരൂപകൻ ഇതിന് 5 സ്റ്റാർ കൊടുത്തിരിക്കുന്നത്. ഇതൊരു വെറും ഹൊറർ കഥയല്ല, മറിച്ച് നമ്മുടെയൊക്കെ ഉള്ളിലെ ഭയങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും നമ്മുടെയൊക്കെ മനസ്സിലേക്കും പിടിച്ചൊരു കണ്ണാടിയാണ് എന്ന് പറയുന്നു. യക്ഷി ഉണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇത്ര ആകർഷിക്കുന്നത്, പേടിപ്പിക്കുന്നത്? ആ ചോദ്യമാണ് പ്രധാനം. അപ്പോൾ ഈ നിരൂപണം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് നിങ്ങളെ എങ്ങനെയാണ് ചിന്തിപ്പിക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ, യാഥാർത്ഥ്യമെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിനെപ്പറ്റിയും നമ്മുടെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെപ്പറ്റിയുമൊക്കെ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു പുസ്തകമാണെന്ന് നിരൂപണം വ്യക്തമാക്കുന്നുണ്ട്. കഥയിലെ ആ ഒരു അവ്യക്തതയുണ്ടല്ലോ, അത് ഓരോ വായനക്കാരനും അവരവരുടേതായ ഒരു അർത്ഥം കണ്ടെത്താൻ ഒരു സ്പേസ് കൊടുക്കുന്നു. അതെ. അപ്പം നിങ്ങൾക്കായി ഒരു ചിന്ത മാത്രം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ നിരൂപണം പറഞ്ഞ പോലെ ഒരുപക്ഷെ നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു സ്വന്തം യക്ഷിയുണ്ടാവാം. അതായത് നമ്മൾ നേരിടാൻ മടിക്കുന്ന, എന്നാൽ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്ന എന്തെങ്കിലും ഒരു ആഗ്രഹം, ഒരു ഭയം, അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണ. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നുണ്ടോ? അതിനെ പിന്തുടരുന്നത് ആശ്വാസമാണോ അതോ അപകടമാണോ? ഒന്നാലോചിച്ചു നോക്കാവുന്നതാണ്.